ഞാൻ കണ്ടതിൽ വെച്ച് ഇതുവരെയും രേണുവിനെ പറ്റി എനിക്ക് അവളെ സപ്പോർട്ട് ചെയ്യണമെന്ന് തോന്നിയിട്ടാണ് രേണുവിനെ പറ്റി ഞാൻ ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ ഇന്നലെ വരെ സപ്പോർട്ട് ചെയ്യും. പക്ഷേ ഇനി ഞാൻ അതുകൊണ്ട് ഞാൻ പറയാം, ഇനി മുതൽ എന്റെ ചാനലിൽ രേണുവിനെ സപ്പോർട്ട് ചെയ്ത ഒരു വീഡിയോ വരില്ല. എടി നിനക്ക് അടക്കമായില്ലേടി, നിനക്ക് നീ വീണ്ടും എനിക്ക് രേണു സുധിയുടെ വിഷയം അവസാനിച്ചു എന്ന് കരുതിയ സമയത്താണ് ദേ കിടക്കുന്നത് ഇപ്പം ഷഫീന ബീബി വാസസ് രേണു സുധി. 2 ദിവസം മുമ്പ് ഞാൻ ഇതിനെ കുറിച്ചൊന്ന് സംസാരിച്ചതാണ്. ഈ ഒരു കോണ്ടന്റിനെ കുറിച്ച് സംസാരിച്ചതാണ്. ഇതിപ്പം ഷഫീന ബീബിയെ കുറിച്ച് പറയുവാണെങ്കിൽ ഞാനും ഷഫീനായിട്ട് നല്ല ഉടക്കം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു സമയത്ത്, അതായത് അതുലിനെ പോലീസ് വിളിച്ച സമയത്ത്, അതായത് കോട്ടയത്തോട്ട് അതുലിനെ പോലീസ് വിളിച്ചായിരുന്നു രേണു സുധിയുടെ കേസിന്. അപ്പം രാവിലെ തന്നെ അവൾ എന്തെടുത്ത് വീഡിയോ ഷെഡ്യൂളൊക്കെ ചെയ്ത് രാത്രി മാസമായിട്ട് അതിനെ ഇന്ന പോലെ സ്റ്റേഷനിൽ നിന്ന് വിളിപ്പിച്ച് നാളെ ഞാൻ പോവാണ്, ചിലപ്പോൾ ഞാൻ ഇവിടെ കാണത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഷെഡ്യൂൾ ചെയ്തൊരു വീഡിയോ വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ ട്രെയിനിലുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ കണ്ടിട്ട് ഷഫീന ബീബി എന്നെ ആദ്യം വിളിച്ചു. അവനെ വിളിച്ചിട്ട് കിട്ടിയില്ല. മുന്നേ അതുലിനെ കാണണമെങ്കിൽ പറയണം, എന്തോ ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണം, കേസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ. അപ്പം നമുക്കൊരു വിഷയം വന്ന സമയത്ത് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു, സംസാരിച്ചു. ഓക്കെ, ഒരു ആപത്ത് വന്നപ്പോൾ കൂടെ നിന്നൊരു വ്യക്തിയാണ് ഷഫീന ബീബി. പിന്നെ ചില വിഷയത്തിലോട്ട് എനിക്ക് യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ സംസാര രീതിയാണെങ്കിലും പുള്ളി ഇച്ചിരി അറിയാമല്ലോ പുള്ളിയുടെ രീതിയും കാര്യങ്ങളൊക്കെ. ഇപ്പം ഈ രേണുസുധിക്ക് ഇത്ര ദേഷ്യം വരാനുള്ള കാരണം എന്താ? ഷഫീന ഈ പറയുന്ന ഹനാന്റെ ഒരു വോയിസ് എടുത്ത് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. നന്നായെന്ന് ഞാൻ പറയത്തുള്ളൂ. ആ ഒരു വിഷയം ഞാൻ ഓൾറെഡി അറിഞ്ഞിട്ടുള്ള വിഷയങ്ങൾ. അതിനേക്കാൾ 2-3 മാസം മുമ്പ് ഞാൻ ആ വിഷയങ്ങളെല്ലാം അറിഞ്ഞ് ഞങ്ങൾ ഇരിക്കുമ്പം ഈ പറയുന്ന രേണുസുധി ഞങ്ങൾക്ക് പൂഴ്ത്തി അടിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ബീവിയിലാണെങ്കിൽ പോലും കണ്ട് കുറച്ച് കാര്യങ്ങൾ കൂടെ കുഴപ്പമില്ല, അവരെങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ എന്നും പറഞ്ഞിട്ട് ചില കാര്യങ്ങൾ നല്ലത് പറഞ്ഞിട്ടുണ്ടാകെ. ഞാൻ നല്ലത് പറഞ്ഞ വീഡിയോയ്ക്ക് മോനു സത്യം എന്നും പറഞ്ഞിട്ട് എനിക്കിട്ടങ്ങ് താങ്ങി ഞാനങ്ങ് നല്ല രീതി അങ്ങ് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് ഒന്ന് സിസ്റ്റർ അടി വന്ന് കമൻ്റൊക്കെ ഇടുകയൊക്കെ ചെയ്തിട്ട് എല്ലാവരും കൂടെ ഉദ്ദേശിച്ചാൽ പറഞ്ഞെന്നുള്ള രീതിയിലൊക്കെ എന്നെ ദുബായിൽ നിന്നും അവിടുന്ന് ഇവിടുന്നും ഒക്കെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്ത കുറേ ആൾക്കാർ കുറച്ച് തെളിവും കാര്യങ്ങളും ഒക്കെ കുറേ തന്നതാണ്. നമുക്ക് വേണമെങ്കിൽ അത് എടുത്തിടായിരുന്നു. ആ സമയത്ത് ഇവരെ അടിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. കൊല്ലം സുധിയുടെ പേര് കളഞ്ഞു കുടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ പറയുന്ന വ്യക്തി തന്നെയാണ്. ഒരു പനി വന്നായ സുധിച്ചേട്ടൻ, എനിക്ക് ബീബിന്ന് പോയാൽ സുധിച്ചേട്ടൻ, എല്ലാം സുധിച്ചേട്ടൻ. ഓക്കെ, എന്തോ ആയിക്കോട്ടെ. അപ്പോൾ എല്ലാം ഷഫീന ബീബിക്കെതിരെ ഇവരൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നമുക്ക് അത് കാണുന്നതിന് മുമ്പ് കൂട്ടുകാരി 3 എണ്ണം ഉണ്ട്. ഒന്ന് സജിന വ്ളോഗ്സ്. പിന്നെ ഞാൻ അറിഞ്ഞ സജിനെ കുറിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ കഴിഞ്ഞു. അതുകൊണ്ട് എങ്ങാണ്ട് വേറെ എങ്ങാണ്ട് നെഗറ്റീവായിട്ട് എന്തോ പറയുകയൊക്കെ ചെയ്തെങ്കിലും സജിന വ്ളോഗ്സ് അവരവരെ ജീവിക്കാൻ വേണ്ടിയാണ് അവർ ഈ കടന്ന് കഷ്ടപ്പെടുന്നതും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും. പിന്നെ രേണുവിൻ്റെ കോണ്ടന്റ് പിടിച്ച് അത്യാവശ്യം ഇപ്പോൾ എന്താ പറയണ്ടേ റീച്ചും കാര്യങ്ങളായിട്ട് എത്തിയിട്ടൊക്കെ ഉണ്ട്. ഞാൻ അറിഞ്ഞ സജിന വെറും പാവമാണെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഞാൻ എൻ്റെ വീഡിയോയിലും പറയുന്നുണ്ട്. പിന്നെ എനിക്കിട്ടൊക്കെ ഇങ്ങനെ താങ്ങുമ്പോൾ വല്ലൊക്കെ എടുത്ത് വിളിച്ച് പറയുന്നതേ ഉള്ളൂ. അല്ല, നമുക്ക് ഈ പറയുന്ന സജിനയോടൊന്നും വലിയ ദേഷ്യവും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ അതുലും എന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പാവോടെ എല്ലാവരും പാവമാണ്. ചില ലൂപ്പിൽ പെട്ടു പോകുന്നതേ ഉള്ളൂ. നമ്മൾ കൂടുതലൊന്നും പറയുന്നില്ല. പിന്നെ അത് മാത്രമല്ല, വേറൊരു പെൺകുട്ടിയും കൂടെ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു വീഡിയോ അതിൻ്റെ വീഡിയോയിലാണ് കാണാൻ ഇടയായത്. അതൊന്ന് ഞാൻ വെച്ചുതരാം. ഞാൻ കണ്ടതിൽ വെച്ച് ഇതുവരെയും രേണുവിനെ പറ്റി എനിക്ക് അവളെ സപ്പോർട്ട് ചെയ്യണമെന്ന് തോന്നിയിട്ടാണ് രേണുവിനെ പറ്റി ഞാൻ ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ ഇന്നലെ വരെ സപ്പോർട്ട് ചെയ്യും. പക്ഷേ ഇനി ഞാൻ അതുകൊണ്ട് ഞാൻ പറയാം, ഇനി മുതൽ എന്റെ ചാനലിൽ രേണുവിനെ സപ്പോർട്ട് ചെയ്ത ഒരു വീഡിയോ വരില്ല. അത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ രേണുവിനെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ ഇനി ആഗ്രഹിക്കുന്നത് എന്റെ ചാനലിലൂടെ വേറെ എന്തിലൂടെ രേണുവിനെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ഈ ഇന്നലെ വരെ സപ്പോർട്ട് ചെയ്ത കൂട്ടുകാരിക്ക് എന്ത് പറ്റി? ഇന്ന് എന്തോ ഒരു പന്തികളുണ്ടല്ലോ കൂട്ടുകാരിക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഒരു കാര്യം ഞാൻ തുറന്നു പറയാം. നമ്മൾ ഓരോ കാര്യങ്ങൾ ഈ കൂട്ടുകാരിയോടാണെങ്കിലും സജനയോടാണെങ്കിലും നമ്മൾ ഇരുന്ന് അങ്ങോട്ട് പറഞ്ഞങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം മുട്ടിപ്പോവും. സീരിയസ് ആയിട്ട് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം മുട്ടിപ്പോവും. അതുപോലുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അതുപോലുള്ള കാര്യങ്ങൾ ഓരോരുത്തരും നമ്മൾ കോണ്ടാക്ട് ചെയ്ത് ഞങ്ങൾ ഈ പറയുന്ന അവരുടെ കോട്ടയത്ത് പോയി ആ ഏരിയ മൊത്തം കറങ്ങുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. A to Z കാര്യങ്ങൾ. പിന്നെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞ് നിൽക്കുന്ന നിങ്ങളോട് ഞാൻ എന്താ പറയാനാ? എന്തായാലും നല്ല കാര്യങ്ങൾ, എന്തായാലും ഓരോരുത്തരും നൈസായിട്ട് ഈ പറഞ്ഞ നിമിഷ നൈസായിട്ട് ഒഴിഞ്ഞു, ഹനാൻ ഒഴിഞ്ഞു, ഈ പറഞ്ഞ ഈ പെൺകുട്ടി ഈ സജിനയും കൂടെ പോയാൽ പിന്നെ രേണു വട്ടപ്പൂജയായി. എനിക്ക് തോന്നുന്നു സജിന പോകാൻ ചാൻസ് കുറവാ. സജിനയുടെ കോണ്ടന്റ് അതാണ്. ഓക്കെ, അതെന്തെങ്കിലും ആട്ടെ. ഇനി നമുക്ക് ഷഫീന ബീബിയെ തെറി വിളിച്ചതിന്റെ ഒന്ന് കേൾക്കാം.
എടി നിനക്ക് അടക്കമായില്ലേടി നിനക്ക്? നീ വീണ്ടും എനിക്കിട്ടുണ്ടാക്കാൻ വരുന്നോ? നീ പറഞ്ഞത് നിന്റെ ഈ വീഡിയോ കേട്ടിട്ട് നിനക്ക് വ്യൂസ് ഉണ്ടാക്കി തന്നിട്ടല്ല ഞാൻ റിപ്ലൈ തരുന്നത്. എന്റെ വീട്ടുകാരും എന്റെ കൂട്ടുകാരും ഇത് വ്യക്തമായിട്ട് കേട്ടിട്ട് അവർ എന്റെ അടുത്ത് പറഞ്ഞാണ്. എടി എന്റെ അപ്പൻ നമ്പൂതിരിയാണെന്നോ ഉയർന്ന കുലജാതനാണെന്നോ ഞാൻ എങ്ങും പറഞ്ഞിട്ടില്ല. നിനക്ക് നാണം ഉണ്ടോടി? തേയിലക്കാട്ടിലെ പ്രത്യേക വർഗ്ഗമാണ് എന്റെ അപ്പൻ, പ്രത്യേക ജാതിയാണ്. എടി ഈ 2025-26 ജാതിക്കാരിറക്കിയ കാര്യങ്ങൾ എന്നോടൊരു കോട്ടയത്തൊരു പെണ്ണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞായിരുന്നു, ഇന്നെ പോലെ ജാതിക്കാട് സംസാരിച്ചു എന്നുള്ള രീതിയിലാണ്. അത് ചെറ്റപ്പരിപാടി കേട്ടോ. ചെറ്റപ്പരിപാടി എന്ന് വെച്ചാൽ ചെറ്റപ്പരിപാടിയാണ്. അവര് ആ ഒരു വീഡിയോ വെച്ചിട്ടൊന്ന് തിരിച്ചിട്ട് പണി കൊടുത്താൽ എൻ്റെ ഷഫീന ചേച്ചി അത് നിങ്ങൾക്കൊരു പണിയാവും. ജാതി വെച്ച് സംസാരിച്ചാല ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കുന്നൊന്നുമില്ല. മനുഷ്യരായിട്ട് കാണുക, വിമർശിക്കേണ്ടടുത്ത് വിമർശിക്കുക. അതേപോലെ ജാതി അത് ഇത് മറ്റേത് മറിച്ചത് ഇവിടെ ആരാ പെർഫെക്റ്റ്? ഈ കാലഘട്ടത്തിൽ ആരാ നല്ലത്? എല്ലാവർക്കും ഉണ്ട് കുറവും അതും ഇതുമൊക്കെ. പിന്നെ ഈ ജാതി മതത്തിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞ് സംസാരിക്കുന്നതോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. അങ്ങനെയുള്ളവർ എത്ര വലിയ ദൈവം തമ്പുരാൻ്റെ മോളായാലും ശരി വെട്ടിക്കളയും. കാലഘട്ടത്തിൽ നിനക്ക് നാണം ഉണ്ടോടി ജാതി പറയാൻ വേണ്ടിട്ട്? കള്ളി ബീവി, നിനക്ക് കുറെ പേര് നിന്നെ സഹായിക്കാനും നിന്നെ സപ്പോർട്ടിനും കാണും. പക്ഷേ ഇല്ലേ, രേണുസതിക്ക് ആരും വേണ്ടടി, ഒറ്റയ്ക്ക് നിന്ന് രേണുസതി ഇവിടെ വരെ വന്നത്. പിന്നെ നിനക്കിട്ടുള്ള മറുപടി നീ എന്നെ പറഞ്ഞാൽ ഞാൻ നിനക്കിട്ട് തന്നു. എന്റെ അപ്പൻ കഷ്ടപ്പെട്ട് എന്നെ കൂലിപ്പണി ചെയ്ത് വളർത്തിയതാടി എന്റെ അപ്പൻ. ആ എന്റെ അപ്പനെ പറഞ്ഞ നിന്നെ ഞാൻ ഇനിയും പറയും. പിന്നെ എന്റെ വീട്ടുകാരെ അവരെ തൊട്ടുള്ള നിന്റെ കളി നിർത്തിക്കോ. നിനക്ക് നാണം ഉണ്ടോടി? നാണം കെട്ടവളെ, നിർത്തടി നിന്റെ എനിക്കെതിരെയുള്ള വ്ലോഗ്. നാണം കെട്ടവളെ. ജാതിക്കാട് ഇറക്കി സംസാരിച്ചതിന് കിട്ടേണ്ടത് കിട്ടി എന്ന് തന്നെ ഞാൻ പറയും. എന്തോന്നാണ് ഇത്? ഓക്കെ, എന്തായാലും ചേച്ചിയുടെ ഇനി വേറെ കുറച്ച് വീഡിയോസും കൂടെ വന്നിട്ടുണ്ട്. അല്ല, ഒരുത്തിന് ഒരു വോയിസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അല്ലല്ല, നമുക്ക് മദ്യപാനത്തിന്റെ ഒരു വീഡിയോ കണ്ടിട്ട് നമുക്ക് മറ്റേലോട്ട് പോകാം. ക്രിസ്മസിന് വെള്ളമല്ലാതെ വേറെ എന്തെങ്കിലും മിക്സ് ചെയ്തിട്ട് അടിക്കുന്നുണ്ടോ? അടിക്കുന്നുണ്ട്. ക്രിസ്മസിന് എന്താ അടിക്കണ്ടേ? എന്തെങ്കിലും അടിക്കാം. ഫേവറേറ്റ് എന്താണ്? എന്തായിരിക്കും എന്നെ കണ്ടിട്ട്? മാജിക് മൊമെന്റ്. ഇതൊക്കെ അറിയാം. ആണോ? അറിയാവോ? അപ്പൊ മാജിക് മൊമെന്റ് ആണോ? അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും കഴിക്കത്തില്ല. വല്ലപ്പോഴും കേട്ടോ. എല്ലാം സുജി ചേട്ടന്റെ അനുഗ്രഹം പോലെ. അടിക്കുന്നതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ കാലത്ത് അടിക്കാത്തവരാരും ഇല്ല. പക്ഷെ ഞാൻ അടിക്കാറില്ല. അതൊരു കുറവായിട്ട് എല്ലാവരും പറയാറുണ്ട്. പക്ഷെ എനിക്കത് നല്ലതായിട്ടേ ഉള്ളൂ. കാരണം അടിക്കുന്നില്ലെങ്കിൽ അടിക്കുന്നില്ല, അത്രേ ഉള്ളൂ. ഞാൻ തൊട്ടിട്ടില്ല ഈ സംഭവം, തൊട്ടിട്ടില്ല. നമുക്ക് അങ്ങനെയുള്ള പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അടിക്കുന്നവർ അടിക്കുക, എൻജോയ് ചെയ്യേണ്ടവർ എൻജോയ് ചെയ്യുക, ചേച്ചി എൻജോയ് ചെയ്യുക. പക്ഷേ ഈ സോഷ്യൽ മീഡിയ വന്നിട്ട് ഇമാതിരി എന്താ പറയുക, നിങ്ങൾക്കൊരിപ്പോൾ ഒരു വിലയൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങളായിട്ടത് കളഞ്ഞു വിളിക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. ഇനിയിപ്പോൾ ചേച്ചിയെ പൂഴ്ത്തി അടിക്കുന്ന ഒരു വോയിസ് കേൾക്കാം. മാഷേ നമസ്കാരം. നമ്മളങ്ങനെ വന്ന് സംസാരിക്കുന്ന ആളൊന്നുമല്ല, എന്നാലും ഞാൻ പറയുക, രേണുസുതി എന്ന് പറഞ്ഞ ആ സ്ത്രീയെ നിങ്ങളെല്ലാവരും കൂടി ഈ വളഞ്ഞിട്ട് എന്തിനാണ് നിങ്ങൾ ആക്രമിക്കുന്നത്? അവർക്കൊരു ഭർത്താവില്ലാത്ത അവരെങ്ങനെയും ജീവിക്കട്ടെ. ഒരു നേരത്തെ ഭക്ഷണത്തിന് ഇതില്ലാതെ അവർ നടക്കുന്നവരെ അവരെങ്ങനെയായാലും ജീവിച്ചോട്ടെ. എന്തിനാണ് നിങ്ങൾ അവിടെ ഇതൊക്കെ എടുത്ത് അവിടെ മണ്ടയ്ക്ക് കയറാൻ പോകുന്നത്? ഈ ആരുപോലും ഇല്ലാത്തൊരു സ്ത്രീയെക്കുറിച്ച് ഇതുപോലെ നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ സംസാരിക്കുമെങ്കിൽ എങ്ങനെയാണ് ഇത്? നിങ്ങൾ ഒരു സ്ത്രീയല്ലേ അത്? നിങ്ങളുടെ വീട്ടിലും അമ്മയും പെങ്ങന്മാരില്ലേ? അവളെ എടുത്തിട്ട് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്നത് നിങ്ങൾ. ദോഷമല്ലേ ഇതൊക്കെ? പടച്ചവരെന്ന് പറഞ്ഞാൽ ഒരുത്തൻ്റെ മോളിൽ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ? ഈ നാട്ടിലെ എത്രയോ സ്ത്രീകളുണ്ട്, അവരുടെ മണ്ടയ്ക്കൊന്നും കയറാതെ അവൾ എങ്ങനെയായാലും ജീവിക്കട്ടെ. നിങ്ങൾക്കെന്ത് നഷ്ടം? നിങ്ങളെ കൊണ്ട് ചായ മേടിച്ചു കൊടുക്കാൻ അവൾക്ക് പറ്റുന്നില്ല. അതെ എൻ്റെ പൊന്ന് അങ്കിളെ, പിള്ളേരെ ചരിത്രമൊക്കെ ഒന്ന് പോയെന്ന് അന്വേഷിക്കണം. അത് അറിഞ്ഞു കഴിയുമ്പോഴേ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ തോന്നൂല. അതുപോലെ തോന്നിവാസങ്ങൾ കാട്ടിക്കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു കാര്യം ഞാൻ തുറന്നു പറയാം, നമുക്ക് ആണുങ്ങളുടെ വേദന നമുക്ക് അത് പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ. നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ കരഞ്ഞു പോകാനൊന്നും അറിയത്തില്ല. അത് ഉള്ളി കൊണ്ട് കണക്കാനേ അറിയത്തുള്ളൂ. അഥവാ ആണുങ്ങൾ കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള പെണ്ണുങ്ങളുടെ മുന്നിൽ മാത്രമേ ഉള്ളൂ. അത് ആ വ്യക്തികളുടെ ഇഷ്ടം കൊണ്ടാണ്. ഞാനിപ്പോൾ ഇത് പറയാനുള്ള റീസൺ എന്താണെന്ന് പറഞ്ഞാലാ, സുധി മരിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. എന്നിട്ടും എൻ്റെ അണ്ണനില്ലാതെ എനിക്ക് പറ്റില്ല, ഞാൻ കല്യാണം കഴിക്കത്തില്ല, അതാണ് മറ്റാണ് മാടയാണ് കോടയാണ് ചക്കയാണെന്നൊക്കെ പറഞ്ഞത് പറയുമ്പോൾ ഓരോരുത്തരും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. വലിച്ചു കീറി ഒട്ടിക്കാനുള്ള കുറേ കഥകളുണ്ട്. എന്തായാലും ചേട്ടനൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഞങ്ങൾക്കത് നല്ല രീതിയിൽ അറിയാം. അതൊക്കെ ഒരാൾ പൊറുക്കത്തിലുള്ളതാണ്. അതെ, തനിക്ക് ആ ഒരു അനുഭവം പറയണം. ഞാനിപ്പോൾ ഒന്നും വിളമ്പുന്നില്ല. ബുദ്ധി ഉണ്ടെങ്കിൽ മനസ്സിലാക്കിയത് മഹാനെ. ഈ സ്ത്രീകളെ മൊത്തം നിങ്ങൾ അധിക്ഷേപിക്കുന്നത് യൂട്യൂബ് ചാനൽ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേറെ വരുമാനങ്ങൾ എങ്ങനെയായാലും നിങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ പാവം പിടിച്ചൊരു സ്ത്രീയെക്കുറിച്ച് എൻ്റെ ആരുമല്ല അവർ, ഞാനൊരു മുസ്ലിമാണ്. ഞാൻ സുധിയേട്ടൻ്റെ ആ പ്രോഗ്രാമൊക്കെ കണ്ട് ഞാൻ കാണുന്നതിനായിരുന്നു. ദോഷമല്ലേ ഇതൊക്കെ?
നിങ്ങൾ ഈ പ്ലാറ്റ്ഫോമിൽ കൂടി ആ പാവം പിടിച്ച സ്ത്രീയെ ഇങ്ങനെ അപമാനിക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? അവൾക്ക് വീട് വെച്ച് കൊടുത്തോ, അവൾ വീട്ടിൽ കിടക്കുന്നു, നിങ്ങൾ എന്തിനാ അറിയുന്നേ? അവൾ എന്ത് വല്ല ആയിക്കോട്ടെ, അവൾ കിടന്നു കൊടുത്ത് കാശുണ്ടാക്കട്ടെ, നിങ്ങൾക്ക് എന്താ ഇഷ്ടം? ഓഹോ, അവൾ എങ്ങനെ വേണമെങ്കിലും കാശ് ഉണ്ടാക്കേണ്ടെന്നാണ് ചേട്ടൻ പറയുന്നത്. ഓക്കെ, എന്തായാലും രേണുവിനെ പൊക്കിക്കൊണ്ട് വരുന്നതിന് എനിക്ക് വലിയ യോജിപ്പൊന്നുമല്ല. ഇതിപ്പോൾ ഫസ്റ്റ് VB ഹെയർ ഇട്ട് അതിലിട്ടായിരുന്നു ഇതിനെ. ഞാൻ എന്തായാലും അവരെ വിളിച്ചിട്ട് ഇനി ഒരു ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ള ഈ കേസ് ഇട്ട് തൊടാതിരിക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലതെന്ന്. കാരണം എന്ന് വെച്ചാൽ ഒരു 1.5 വർഷത്തിനുള്ളിൽ ഇവിടെ ഊപ്പാട് തീരും. സത്യമായിട്ടും പറയല്ലോ, ഈ രേണുസുതി എന്ന് പറഞ്ഞ മരം സോഷ്യൽ മീഡിയ കിടന്ന് ഇനി ഓണത്തില്ല. പക്ഷെ അപ്പോഴും അലൻ ജോസ് പെരേര കടന്നോളും, പുള്ളിക്കാർ കൂടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബൈ, ലവ് യു ഓൾ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്തോ. ബൈ ബൈ.